വിശദമായ വാർത്തകളിലേക്ക്. കളമശ്ശേരിയിൽ 13 വയസ്സുകാരി വൈഗ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ പിതാവ് സനുമോഹനെ കൊച്ചിയിലെത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം പുലർച്ചെ 4:15 സനുമോഹനെ കൊച്ചിയിൽ കൊണ്ടുവന്നത്. വൈഗയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ സനുമോഹനിൽ നിന്നും ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. 11 മണിയോടെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനം നടത്തി വിവരങ്ങൾ വിശദീകരിക്കും. ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്നും MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, 28 ദിവസം പോലീസിനെ വട്ടം കറക്കിയ പ്രതി സനുമോഹനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എപ്പോഴാണ് കൊച്ചിയിലെത്തിച്ചത്? ഈ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് എങ്ങനെയാണ്? നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ്? ഇന്ന് പുലർച്ചെ 4:15 സനുമോഹനുമായുള്ള പോലീസ് സംഘം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബികടുത്ത കർവാർ ബീച്ചിൽ നിന്നും പിടികൂടിയ ശേഷം അധികം താമസിക്കാതെ തന്നെ അവർ കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 28 ദിവസം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് പോലീസ് സംഘം ഇയാളെ കണ്ടെത്തിയത്. ഇയാളെ വൈകിയുടെ മരണശേഷം ഇയാളെ അടക്കം കാണാതായിരുന്നു. ഇയാളെയും വൈകിയും മാർച്ച് 21 കാണാതാവുകയും പിന്നീട് ഇരുവർക്കുമായി അന്വേഷണം തുടരുന്നതിനിടെ വൈകിയുടെ മൃതദേഹം മുട്ടാർപ്പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായ വൈകിയുടെ പിതാവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇയാളുടെ വാഹനം വാളയാർ ചെക്ക് പോസ്റ്റിൽ കൂടി കടന്നു പോകുന്നതാണ് ആദ്യം പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഊട്ടി റോഡിൽ ഇയാളടക്കം വാഹനത്തിന്റെ ദൃശ്യം CCTVയിൽ പതിയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധനയും തെരച്ചിലുമൊക്കെ വളരെ ഊർജിതമായി നടക്കുകയും മൂകാംബയിലേക്ക് ഇയാൾ എത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുകയും ചെയ്ത് ഇവിടുത്തെ 6 ദിവസം ഒരു ഹോട്ടലിൽ തങ്ങിയ ശേഷം പണം നൽകാതെ മുങ്ങി. ഇതേ തുടർന്ന് നടത്തിയ ഒരു തെരച്ചിലിലാണ് ഇയാൾ കേരളത്തിലെ ഒരു കൊലക്കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണെന്ന് മനസ്സിലാക്കുകയും പോലീസിന് വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്ത് തുടർന്ന് കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് സനുമോഹനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒരു ആളെ കാണാതായ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുള്ളത്. സനുമോഹനെയും മകളെയും കാണാതായി എന്ന് കാട്ടി ബന്ധുക്കളായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മകൾ വൈകിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഈ കേസുകൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ വൈകിയുടെ മരണം, സനുമോഹന്റെ തിരോധാനം എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ വെളിപ്പെടുത്തും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. വൈകിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നേരത്തെ വ്യക്തമാക്കിയത്. മുങ്ങിമരണമാണ് വൈകിയുടേതെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും ആന്തരികാവയവ പരിശോധനയിൽ ആൽക്കഹോളിന്റെ, അതായത് മദ്യത്തിന്റെ അംശം വൈകിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത് ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് തന്നെയുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മദ്യപിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം ഒരുപക്ഷെ പുഴയിൽ തള്ളിയിട്ടതാവാനുള്ള സാധ്യതകളാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ സനുവിനെ ഇന്നലെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് അധികൃതർ ഇക്കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ ഒരുപക്ഷെ പുറത്തേക്ക് പറയാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. പുലർച്ചെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു. സനുമോഹൻ ഇപ്പോൾ ഈ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ് ഉള്ളത്. അല്പസമയത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയും വളരെ വിശദമായ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ നടത്തുകയും അതിനുശേഷമാവും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയെ മറ്റാരോ തന്നെയും കുട്ടിയും തട്ടിക്കൊണ്ടുപോയ ശേഷം കുട്ടിയെ വകവരുത്തി തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നടക്കമുള്ള കഥകൾ ചമയ്ക്കുന്നതാണ് സനുമോഹൻ ശ്രമം നടത്തിയത് എന്ന സൂചനകൾ തന്നെയാണ് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത്. തനിക്ക് ബിസിനസ് പരമായ പല ഇടപാടുകളുമുണ്ട്. നിരവധി ആളുകളിൽ നിന്ന് താൻ പണം കടം വാങ്ങിയിരുന്നു. നിരവധി ആളുകൾ തന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടന്നതെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സനുമോഹന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് പോലീസ്. ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഈ കാണാതായ കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. സനുമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് അല്പസമയത്തിനകം ഈ സംബന്ധിച്ചൊരു വ്യക്തത നൽകും. ഇതിനുശേഷമാവും ഇന്ന് ഈ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഒരുപക്ഷെ ഇന്ന് തന്നെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നു. ഫ്ളാറ്റിലെ കിടപ്പുമുറിയിൽ നിന്നും ചില രക്തക്കറകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പിടിവലിയോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ മറ്റോ നടന്നതിന്റെ ലക്ഷണങ്ങൾ
ഫ്ളാറ്റിൽ ഇല്ലതാനും. ഒപ്പം ഫ്ളാറ്റിലെ സെക്രട്ടറി കൂടിയാണ് സനുമോഹൻ. ഫ്ളാറ്റിലെ ചില മുറികൾ അടഞ്ഞു കിടന്നിരുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം അടഞ്ഞു കിടക്കുന്ന മുറിയുടെ താക്കോൽ സെക്രട്ടറി എന്ന നിലയിൽ സനുമോഹന്റെ കൈവശമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് ഈ മുറികൾ തുറക്കുകയും ചില പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. അവിടെ നിന്നും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം ഫ്ളാറ്റിലെ സഹതാമസക്കാർ മറ്റു മുറികളിൽ താമസിച്ചിരുന്ന ആളുകളുമായിട്ടുള്ള അവരുടെ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്ന കാര്യം പൂർത്തിയാക്കിയിരുന്നു. അവരുമായിട്ടൊക്കെ എത്തി തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പായി ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കുരുക്കുകൾ അഴിക്കാൻ, അല്ലെങ്കിൽ ആരാണ് ഈ കുട്ടിയെ കൊന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കൃത്യത്തിൽ നടന്നത്, എന്താണ് പിതാവ് സനുമോഹൻ ഇക്കാര്യത്തിലുള്ള പങ്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇത്തരം ഇടപാടുകളിൽ പങ്കാളിയായിട്ടുണ്ടോ, സനുമോഹന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകൾ ഏത് തരത്തിലാണ് ഈ കേസിനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുക. കാരണം ഈ ആലപ്പുഴയിലുള്ള ബന്ധുവീട്ടിൽ സനുമോഹന്റെ ഭാര്യയെ, അതായത് കുട്ടിയുടെ സനുമോഹന്റെ ഭാര്യയെ കൊണ്ട് ആക്കിയ ശേഷമാണ് മറ്റൊരു ബന്ധുവീട്ടിൽ പോകാനെന്ന് അവിടെ അറിയിച്ച ശേഷമാണ് വൈകിയുമായി സനുമോഹൻ തിരിച്ചു വീണ്ടും കൊച്ചിയിലേക്ക് വന്നത്. പിന്നീട് ഫ്ളാറ്റിൽ കയറുകയും പുതപ്പ് ഇട്ട് മൂടി കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കണ്ടതായി മൊഴികളുമുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്താണ് കൃത്യമായി ഇവിടെ സംഭവിച്ചത്, സനുമോഹന്റെ പങ്ക് എന്താണ്, എങ്ങനെയാണ് കുട്ടി കൊല്ലപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഉച്ചയ്ക്കുള്ളിൽ ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം പോലീസ് നൽകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കളമശ്ശേരിയിൽ 13 വയസ്സുകാരിയായ വൈഗ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പിതാവായ സനുമോഹനെ ഞായറാഴ്ച പുലർച്ചെ അറസ്റ്റ് ചെയ്ത് ഇന്ന് പുലർച്ചെ 4:15 കൂടി കൊച്ചിയിലെത്തിച്ചിരിക്കുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. ഏറെ നിഗൂഢകൾ നിറഞ്ഞതാണ് കൊച്ചിയിലെ 13-കാരിയായ വൈഗയുടെ മരണവും പിതാവ് സനുമോഹന്റെ തിരോധാനവും. മകളെ വകവരുത്തിയ ശേഷം തന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കാനാണ് സനുമോഹൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മകളുടെ മരണത്തിന്റെ തൊട്ടുമുൻപ് നടത്തിയ മുഴുവൻ പ്രവൃത്തികളിലും അസ്വാഭാവികതകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാർച്ച് 20-ന് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ ഭാര്യയെ കൊണ്ടുവന്നാക്കിയ ശേഷമാണ് മകളുമായി കാറിൽ സനുമോഹൻ യാത്ര ആരംഭിച്ചത്. തിങ്കളാഴ്ച 12 മണിയോടെ മഞ്ഞുമ്മൽ ആറാട്ടുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഭാഗത്തു നിന്നും വൈഗയുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സനു ഓടിച്ച വെളുത്ത ഫോക്സ് വാഗൺ കാർ വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുന്ന CCTV ദൃശ്യവും ലഭിച്ചു. കോയമ്പത്തൂർ ഊട്ടി റോഡിൽ കാറിനൊപ്പം സനുവും ക്യാമറയിൽ പതിഞ്ഞു. നിരവധി ആളുകളുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്ന സനുവിനെ മകളോടൊപ്പം ആരോ തട്ടിക്കൊണ്ടുപോയതായി ആയിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ഇയാളുടെ യാത്രാ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ സനുവിന് കുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടെന്നുറപ്പായി. ക്യാമറകളിൽ കുടുങ്ങുമെന്ന് ഉറപ്പായിട്ടും സനു എന്തുകൊണ്ടാണ് രക്ഷപ്പെടാൻ സ്വന്തം കാർ ഉപയോഗിച്ചതെന്നായിരുന്നു ബന്ധുക്കളുടെ അടക്കം പ്രധാന സംശയം. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ സനുവിന്റെയും വൈകിയുടേതുമല്ലാത്ത രക്തക്കറ കണ്ടെത്തിയിരുന്നു. ഇതും സംശയങ്ങൾക്കിടയാക്കി. കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സനുമോഹൻ സ്വകാര്യ ബാങ്കുകളിൽ വലിയ തുകയ്ക്ക് സ്വർണം പണയം വെച്ചിരുന്നു. അക്കൗണ്ടിലുള്ള 40 ലക്ഷം രൂപ മരവിപ്പിച്ചതായി പലരോടും കളവ് പറഞ്ഞെങ്കിലും അക്കൗണ്ട് ഏതാണ്ട് ശൂന്യമായിരുന്നു. അപ്രത്യക്ഷനാവുന്നതിന് ഒരാഴ്ച മുമ്പ് സ്വന്തം ഫോൺ വിറ്റ ശേഷം ഭാര്യയുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. കുറ്റകൃത്യത്തിനായുള്ള മുന്നൊരുക്കമായിരുന്നു ഇക്കാര്യങ്ങളെന്ന് പോലീസ് വിലയിരുത്തുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ മെറ്റൽ ലെയ്ത്ത് ബിസിനസ് നടത്തി ലക്ഷങ്ങളുടെ കടക്കാരനായി മാറിയ സനുമോഹൻ 5.5 വർഷം മുമ്പാണ് കങ്ങരപ്പടയിൽ ഫ്ളാറ്റ് വാങ്ങി താമസക്കാരനായത്. തട്ടിപ്പിനിരയായവരിൽ ചിലർ സനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. പോലീസിൽ പരാതി നൽകിയവരുമുണ്ട്. മകളെ വകവരുത്തിയ ശേഷം തന്നെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് സനുമോഹൻ നടത്തിയതെന്ന സൂചനകളാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചത്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങിയതോടെ സനുവിന്റെ പദ്ധതികൾ പാളുകയായിരുന്നു. MS അനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇനി. കോവിഡ് വ്യാപനം കൂടുന്നതിൽ ആശങ്കയിലാണ് കേരളം. കോവിഡ് കൂട്ടപരിശോധനയുടെ 2ാം ഘട്ട ഫലം ഇന്ന് ലഭിക്കും. 1.25 ലക്ഷത്തോളം ഫലങ്ങൾ ഇന്ന് പുറത്തുവരുമ്പോൾ രോഗികളുടെ എണ്ണം വലിയ തോതിൽ ഉയരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് ഇന്നു മുതൽ RT-PCR പരിശോധന നിർബന്ധമാക്കി. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. 1,08,898 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നപ്പോൾ രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന കണക്കായ 18,257 എത്തി. 2 ദിവസങ്ങളിലായി കൂട്ടപരിശോധനയിൽ 3,971 സാമ്പിളാണ് ശേഖരിച്ചത്. ഇതിൽ 1.25 ലക്ഷത്തോളം സാമ്പിളിന്റെ പരിശോധനാ ഫലം കൂടി ഇന്നറിയാം. ഈ ഫലം കൂടി വരുമ്പോൾ പ്രതിദിന രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലായേക്കും. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 1 ലക്ഷം കടക്കും. അതേസമയം സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം തുടരുകയാണ്. 1.5 ലക്ഷം കോവിഷീൽഡ് ഉൾപ്പെടെ 3.5 ലക്ഷത്തിൽ പരം ഡോസ് വാക്സിനാണ് ഇനി ബാക്കിയുള്ളത്. ഇന്നും വാക്സിനേഷൻ പലയിടത്തും മുടങ്ങാനാണ് സാധ്യത.
ചൊവ്വാഴ്ചയോടെ കൂടുതൽ വാക്സിൻ എത്തുമെന്നാണ് വിവരം. ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ICU കിടക്കകളും വെന്റിലേറ്ററുകളും അടക്കം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുമെന്ന് മുന്നറിയിപ്പ്. ഇന്നലെ 2560 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22% കടന്നു. എല്ലാ സ്വകാര്യ ആശുപത്രികളിലും 4/1 ബെഡുകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം അതീവ ഗുരുതരമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്. പ്രതിദിന കണക്കും ടെസ്റ്റ് പോസിറ്റിവിറ്റിയും ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്നതാണ്. 2560 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63%. രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സ തുടങ്ങണമെന്ന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. 25% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണം. ബീച്ച് ജനറൽ ആശുപത്രി വീണ്ടും കോവിഡ് ആശുപത്രിയാക്കി. ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ 15% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും CFLTCകൾ തുറക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. സന്ദർശകരെ അനുവദിക്കില്ല. രോഗിക്കൊപ്പം ഒരു കൂട്ടിരിപ്പുകാരനെ മാത്രമേ അനുവദിക്കൂവെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് രൂക്ഷമായതോടെ തൃശൂരിൽ 7 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുഴൂർ, ഒരുമനയൂർ, വെങ്കിടങ്ങ്, കടപ്പുറം, കണ്ടാണശ്ശേരി, കൈപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് നിരോധനാജ്ഞ. കോർപ്പറേഷൻ പരിധിയിലെ ഒല്ലൂരിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടാനോ അനാവശ്യമായി പുറത്തിറങ്ങാനോ പാടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണും. രാവിലെ 11:30 ഗവർണറുമായുള്ള കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ സ്ഥിതി ഗവർണറുമായി ചർച്ച ചെയ്യും. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് 14 ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് ചീഫ് സെക്രട്ടറിക്ക് നൽകി. ആരോഗ്യ മേഖലയിലെയും മറ്റ് രംഗങ്ങളിലെയും വിദഗ്ധരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നു മുതൽ വാളയാറിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ ആരോഗ്യ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ജില്ലയിലേക്ക് പ്രവേശിപ്പിക്കൂ. രജിസ്റ്റർ ചെയ്യാതെ എത്തുന്നവരെ അതിർത്തിയിൽ തടയുമെന്നും രജിസ്റ്റർ ചെയ്ത ശേഷം ഇവർക്ക് പ്രവേശനത്തിന് അനുമതി നൽകുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. വാളയാറിന് പുറമെ ജില്ലയിലെ മറ്റ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ഉണ്ടാകും. തൃശൂർ പൂരത്തിന് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്ന ദേവസ്വങ്ങളുടെ ആവശ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗം ഇന്ന് തീരുമാനമെടുക്കും. പാപ്പാന്മാർക്ക് RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കരുതെന്നും ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെയും പൂരം കാണാൻ അനുവദിക്കണമെന്നുമാണ് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ആവശ്യം. ആഘോഷങ്ങൾക്ക് മാറ്റുകുറയ്ക്കാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൂരം നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. തൃശൂർ പൂരത്തിന് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കണമെന്നാണ് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം. പാപ്പാന്മാർക്ക് RT-PCR സർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന് ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ ദേവസ്വം പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും പൂരത്തിന് എത്താമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇത് 2 ഡോസ് എന്നാക്കിയത് മാറ്റണമെന്നും ദേവസ്വം ബോർഡുകൾ നിലപാടെടുത്തു. ഘടകക്ഷേത്രങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടാൽ ഇളവ് വേണം. ഇക്കാര്യത്തിൽ ഇന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ തീരുമാനമെടുക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. പൂരത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകുറയ്ക്കില്ല. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾക്കാകും പ്രഥമ പരിഗണന എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിനിടെ തൃശൂർ പൂരം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി സാംസ്കാരിക നായകരും രംഗത്തെത്തി. പൂരത്തിനുള്ള പ്രവേശന പാസ് ഇന്നു മുതൽ ലഭിക്കും. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നിന്നും രാവിലെ 10 മണി മുതൽ ഈ പാസ് ഡൗൺലോഡ് ചെയ്യാം. കോവിഡ് ഇല്ലെന്ന് തെളിയിക്കുന്ന RT-PCR പരിശോധനാ ഫലമോ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യുന്നവർക്കാണ് പാസ് ലഭിക്കുക. ന്യൂസ് 18 തൃശൂർ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നും 2.5 ലക്ഷം കടക്കും. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക, കേരളം സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായി. വിവിധ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വാരാന്ത്യ കർഫ്യൂ അവസാനിച്ചു. തുടർച്ചയായ 2ാം ദിവസവും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 2.5 ലക്ഷം കടക്കും. മഹാരാഷ്ട്രയിൽ 68,631, ഉത്തർപ്രദേശിൽ 30,596, ഡൽഹിയിൽ 25,462, കർണാടകത്തിൽ 19,067, കേരളത്തിൽ 18,257 എന്നിങ്ങനെയാണ് രോഗവ്യാപനം. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ കണക്ക്.
ഡൽഹി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ വാരാന്ത്യ കർഫ്യൂവും ഉത്തർപ്രദേശിലെ ഞായറാഴ്ച ലോക്ക്ഡൌണും അവസാനിച്ചു. അതേസമയം മഹാരാഷ്ട്രയിലെ നിരോധനാജ്ഞയും വിവിധ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയ രാത്രി നിയന്ത്രണവും തുടരുന്നുണ്ട്. യുപിക്ക് പുറമെ തമിഴ്നാടും ഞായറാഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. പല സംസ്ഥാനങ്ങളും അന്തർ സംസ്ഥാന യാത്രകൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ വാക്സിനേഷൻ നടപടിയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലേക്ക് വേഗത്തിൽ ഓക്സിജൻ എത്തിക്കാനായി ഗ്രീൻ കോറിഡോർ ഉപയോഗിച്ച് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിക്കുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിലെ സ്ഥിതി മോശമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാനും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ന് ചർച്ച നടത്തി ഭാവി നടപടികൾ തീരുമാനിക്കും. ന്യൂസ് 18 ഡൽഹി. കോവിഡ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നാളെ മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. രാത്രി 10 മുതൽ പുലർച്ചെ 4 മണി വരെയാണ് കർഫ്യൂ. അത്യാവശ്യങ്ങൾക്കല്ലാതെ സ്വകാര്യ വാഹനങ്ങളോ പൊതുവാഹനങ്ങളോ നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ല. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. കടകമ്പോളങ്ങളും തുറക്കാൻ പാടില്ല. ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. ഇറ്റാലിയൻ കടൽക്കൊലക്കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇറ്റലിയിൽ നിന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം കൈപ്പറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ കോടതി പരിശോധിച്ചേക്കും. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും ബോട്ടുടമയ്ക്കും ലഭിക്കാനുള്ള 10 കോടി രൂപ നഷ്ടപരിഹാരം കെട്ടിവെച്ച ശേഷം മാത്രമേ കടൽക്കൊലക്കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 4 കോടി വീതവും ബോട്ടുടമയ്ക്ക് 2 കോടി രൂപയും നഷ്ടപരിഹാരം ലഭിക്കുന്ന വിധത്തിലാണ് ഇറ്റലിയുമായുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ട് നമ്പർ ലഭിച്ചാലുടൻ തുക കൈമാറാമെന്ന് ഇറ്റലി വ്യക്തമാക്കിയിരുന്നു. 2012 ഫെബ്രുവരി 15-നാണ് സെന്റ് ആന്റണീസ് എന്ന ബോട്ടിലെ ജീവനക്കാർ ഇറ്റാലിയൻ കപ്പൽ എൻട്രിക്ക ലെക്സിയിലെ നാവികരുടെ വെടിയേറ്റ് മരിച്ചത്. നീണ്ടകര സ്വദേശികളായ 2 മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 ഡൽഹി. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിൽ കോട്ടക്കുന്ന് പണിയ കോളനിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം 2 വർഷമായി പാതി വഴിയിലാണ്. മലമുകളിലെ 3 ആദിവാസി കുടുംബങ്ങളാണ് സുരക്ഷിതമല്ലാത്ത വീടുകളിൽ ദുരിതം അനുഭവിക്കുന്നത്. ശുദ്ധജലം കിട്ടണമെങ്കിൽ 2 കിലോമീറ്റർ മലയിറങ്ങേണ്ട ഗതികേടിലുമാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പദ്ധതിയിൽ 2 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് വീടുകൾ. കെട്ടിപ്പൊക്കി മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തതല്ലാതെ തുടർ പ്രവൃത്തി നടന്നില്ല. വാതിലുമില്ല, ചുവരും നിലവുമൊക്കെ അതേപടി. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദുരിതത്തിലാണ്. കഷ്ടപ്പാടാണോ? പിന്നെ കഷ്ടപ്പാടല്ലോ. വാതിലൊന്നും വെച്ചന്നില്ലല്ലോ. അതിൽ വെച്ച് തന്നില്ലേ? എവിടെ? തണുപ്പൊക്കെ ഉണ്ടോ? മഴക്കാലത്തൊക്കെ? പിന്നെ തണുപ്പില്ലണ്ടോ, കാറ്റും തണുപ്പും. ഈ മറച്ചതൊക്കെയോ നിങ്ങൾ മറച്ചതാ? ഇതൊക്കെ ഞങ്ങള് പിന്നെ ഓല കൊണ്ടല്ലേ എന്ത് ചെയ്യാൻ, അമ്മമാരൊക്കെ ഉണ്ട് ഓല കൊണ്ട്. ഞങ്ങള് സ്കൂളിന്റെ മേലൊക്കെ കയറി കുത്തിരിക്കുന്നത്. കസാര ഉണ്ടല്ലോ, അതിന്റെ മേലെ സാരി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കുത്തിരിക്കും. ഇന്നലെയൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. ഇടിയെ പേടിച്ച് ഞങ്ങളിന്ന് രാവിലെ പോയിട്ട് കുറച്ച് ഓല വെട്ടിക്കൊണ്ട് വന്നിട്ട് മറിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. റോഡ് സൗകര്യമില്ലാത്തതിനാൽ സാമഗ്രികൾ കൊണ്ടുവരാനാകാത്തതാണ് നിർമ്മാണം പൂർത്തിയാകാൻ കഴിയാത്തതിന് കാരണമായി വീട് നിർമ്മാണ കമ്മിറ്റി അംഗം വിശദീകരിക്കുന്നത്. റോഡ് തൊഴിലുറപ്പില് ചെയ്തിട്ട് അപ്പൊ അതുവരെയുള്ള സാധനത്തെ പ്രകൃതിക്ഷോഭം എല്ലാം കൂടി കാരണം റോഡ് പൊട്ടിപ്പൊളിച്ച് പോകുമ്പോ നന്നാക്കിയിട്ടാണ് എല്ലാ സാധനവും താഴെ അടിച്ച് ഉള്ളോട് 100 അടി വന്നാല് താഴെ മെയിൻ റോഡില്. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ വരുമ്പോ വലിയ പൈസ ആ പൈസക്ക് തീർക്കാൻ കഴിയില്ല. ലൈഫ് പദ്ധതിയിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് ഓരോ വീടിനും അനുവദിച്ചത്. 4 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ ഉണ്ടെങ്കിലും വയറിംഗ് ചെയ്തിട്ടില്ല. 2 കിലോമീറ്റർ മലയിറങ്ങിയാലേ ആദിവാസി കുടുംബങ്ങൾക്ക് ശുദ്ധജലം കിട്ടുകയുള്ളൂ. വീടുണ്ടോ എന്നാണെങ്കിൽ വീടുണ്ട്. മലമുകളിലെ പണിയർക്ക് വീട് അത്രയൊക്കെ മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വരുന്നവർക്ക് ആർക്കും അങ്ങനെയാണ് തോന്നുക. അത്രത്തോളം ദുരിതപൂർണമാണ് ഇവിടുത്തെ ആദിവാസി ജീവിതങ്ങൾ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മുസ്ലിം പള്ളിയും ക്ഷേത്രവും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി അവിടനെല്ലൂർ എന്ന ഗ്രാമം. പുതുക്കിപ്പണിത പള്ളിയിൽ ഇമാം മതപ്രസംഗം നടത്തുന്ന പീഠം അവിടനെല്ലൂർ ശിവക്ഷേത്ര കമ്മിറ്റി വകയാണ്. പ്രദേശത്തെ ക്ഷേത്രത്തിലെയും പള്ളിയിലെയും ആഘോഷങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചാണ് നടത്തുന്നത്.
മതങ്ങളും വിശ്വാസങ്ങളും മനുഷ്യർക്ക് അതിരിടുന്ന കാലത്താണ് കോഴിക്കോട് ബാലുശ്ശേരി അവിടനല്ലൂർ ഗ്രാമം വേറിട്ട കഥ പറയുന്നത്. പള്ളിയിലെ ഇമാം വിശ്വാസികൾക്ക് റമദാൻ പ്രഭാഷണം നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റി സംഭാവന നൽകിയ പ്രസംഗപീഠത്തിലാണ്. പുതുക്കിപ്പണിത പള്ളിയുടെ ഉദ്ഘാടന സമയമെത്തിയപ്പോൾ അവിടനല്ലൂർ ചുണ്ടലി ശിവക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ശിവക്ഷേത്രം കമ്മിറ്റിയുടെ പേരിൽ പ്രസംഗപീഠം സംഭാവനയായി നൽകി. ഈ സ്നേഹവും സൗഹാർദ്ദവും മതസൗഹാർദ്ദം നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടതിന് ആവശ്യമായിട്ട് ഉപരിപ്ലവമായ ആ മതസൗഹാർദ്ദമല്ലാതെ വളരെ നല്ല രീതിയിൽ ആഴത്തിലുള്ള ഒരു മതസൗഹാർദ്ദം വേണം എന്നുള്ള ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നത്. പ്രസംഗപീഠം മാത്രമല്ല, പള്ളിക്കു ചുറ്റിലുമുള്ള അലങ്കാരച്ചെടികളെല്ലാം ഇതര മതവിശ്വാസികളുടെ വകയാണ്. എല്ലാവരും ഉത്സാഹപൂർവ്വം അത്യുത്സാഹപൂർവ്വം ഇവരെ വന്ന് ചോദിക്കുകയും അത് നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. 4 പതിറ്റാണ്ട് മുമ്പാണ് ശിവക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നത്. അന്ന് മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരാണ് ഉത്സവം നടത്തിയത്. ഈ സാഹോദര്യത്തിന്റെ തുടർച്ച തന്നെയാണ് ത്വാഹ മസ്ജിദിനുള്ളിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഈ പ്രസംഗപീഠം. 2 മതങ്ങൾ, 2 ആരാധനാലയങ്ങൾ, പക്ഷേ മാനവികത കൊണ്ട് അതിർത്തികൾ മായ്ച്ചു കളയുന്നു ഈ മനുഷ്യർ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. In association with അക്ഷരത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട.